സർക്കാർ ജീവനക്കാരുടെ സ്പാർക്ക് വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചോർത്തിയെന്ന ആരോപണത്തിൽ ഹൈക്കോടതി ഇന്ന് ഹർജി പരിഗണിക്കും. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സ്വകാര്യ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗം ചെയ്തെന്നാരോപിച്ചാണ് ഹർജി. സർക്കാർ ജീവനക്കാർ സ്പാർക്കിൽ നൽകിയ വിവരങ്ങളിൽ നിന്നും നിയമവിരുദ്ധമായി ഫോൺ നമ്പർ ശേഖരിച്ച് സർക്കാരിന്റെ നേട്ടങ്ങളുടെ പ്രചാരണത്തിനായി ഉപയോഗിച്ചു എന്നാരോപിച്ച് 2 ഉദ്യോഗസ്ഥരാണ് കോടതിയെ സമീപിച്ചത്. സർക്കാർ അർദ്ധ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള സന്ദേശം ലഭിച്ചത്. DA വർധന, ശമ്പള പരിഷ്കരണം തുടങ്ങിയ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളായിരുന്നു സന്ദേശത്തിലുണ്ടായിരുന്നത്. ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല, സർക്കാർ സേവനങ്ങൾക്കായി രജിസ്റ്റർ ചെയ്ത വ്യക്തികൾക്കും സംരംഭകർക്കും പ്രചാരണത്തിന്റെ ഭാഗമായുള്ള സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. വ്യക്തികളുടെ ഫോൺ നമ്പറും മറ്റ് വിവരങ്ങളും അവരുടെ അനുമതിയില്ലാതെ ശേഖരിച്ചത് സ്വകാര്യതയുടെ ലംഘനവും സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്നും ഹർജിയിൽ പറയുന്നു. സർക്കാർ ജീവനക്കാരുടെ സ്പാർക്ക് വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചോർത്തി എന്നൊരു ആരോപണത്തിന് പിന്നാലെ ഇപ്പോൾ ഹൈക്കോടതി ഇന്ന് ഹർജി പരിഗണിക്കും എന്നൊരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ ഒരു ഹർജി പരിഗണിക്കുക. വ്യക്തികളുടെ ഈ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തി എന്നൊരു ആരോപണത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലൊരു വിമർശനം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ തങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തി എന്ന രീതിയിലായിരുന്നു വലിയ രീതിയിൽ പ്രതിപക്ഷം ഉൾപ്പെടെ വലിയൊരു വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സംഭവത്തിലാണെന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഈ ഒരു ഹർജി പരിഗണിക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സ്വകാര്യ വിവരങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗം ചെയ്തു എന്ന ഒരു ആരോപണം ഉന്നയിച്ചാണ് ഇത്തരത്തിലൊരു ഹർജി ഹൈക്കോടതിയിൽ ഇത്തരത്തിൽ പരിഗണിച്ചിരിക്കുന്നത്. എന്തായാലും സർക്കാർ ജീവനക്കാർ സ്പാർക്കിൽ നൽകിയ വിവരങ്ങളിൽ നിന്നും നിയമവിരുദ്ധമായി ഫോൺ നമ്പർ ശേഖരിച്ച് സർക്കാരിന്റെ നേട്ടങ്ങൾക്കും പ്രചാരണത്തിനുമായി ഉപയോഗിച്ചുവെന്ന് ആരോപിച്ച് 2 ഉദ്യോഗസ്ഥരാണ് നിലവിലിപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സർക്കാർ അർദ്ധ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ടുള്ള സന്ദേശം ലഭിക്കുന്നത്. വാട്സപ്പ് മുഖേനയായിരുന്നു ഇത്തരത്തിൽ സന്ദേശം ലഭിച്ചത്. ഇവരുടെ സ്വകാര്യ ഫോൺ നമ്പറിലേക്കൊക്കെയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ശബ്ദത്തിൽ ഈ ഒരു വാട്സപ്പ് സന്ദേശം ലഭിച്ചിരുന്നത്. ഈ ഒരു സംഭവത്തിന് പിന്നാലെയാണ് ഇപ്പോൾ 2 ഈ ഒരു സർക്കാർ അർദ്ധ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിൽ സന്ദേശം അയച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലൊരു വിമർശനം ഉണ്ടായിരിക്കുന്നത്. തങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചോർത്തി എന്ന രീതിയിലാണ് ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഹർജിയിലാണ് ഇന്ന് പരിഗണിക്കുന്നത്. കോടതി ഈ ഒരു ഹർജിയാണ് ഇന്ന് പരിഗണിക്കുന്നത്. DA വർധന, ശമ്പള പരിഷ്കരണം തുടങ്ങി ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയ ഒരു സന്ദേശമായിരുന്നു ഇത്തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കും അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥർക്കും അയച്ചിരുന്നത്. എന്തായാലും ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല, സർക്കാർ സേവനങ്ങൾക്കായി രജിസ്റ്റർ ചെയ്ത വ്യക്തികൾക്കും സംരംഭകർക്കും ഈ ഒരു പ്രചാരണത്തിന്റെ ഭാഗമായുള്ള സന്ദേശം ലഭിച്ചിരുന്നു. വ്യക്തികളുടെ ഫോൺ നമ്പറും മറ്റു വിവരങ്ങളും അവരുടെ അനുമതിയില്ലാതെ ശേഖരിച്ചത് സ്വകാര്യതയുടെ ലംഘനവും സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്നുമൊക്കെയാണ് ഈ ഒരു ഹർജിയിൽ പറയുന്നത്. എന്തായാലും ഇന്നാണ് ഈ ഒരു ഹർജി കോടതി പരിഗണിക്കുക. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി മണ്ണ DMK മുതിർന്ന നേതാവുമായിരുന്ന ഒ പനീർസെൽവം ഇന്ന് DMKയിൽ ചേർന്നേക്കും. ചെന്നൈയിലെ ഹോട്ടലിലേക്ക് മാറിയ ഒ പനീർസെൽവം രാവിലെ DMK ആസ്ഥാനത്ത് എത്തിയേക്കുമെന്നാണ് വിവരം. തേനിയിൽ 1-2 സീറ്റ് DMK OPSനും അനുയായികൾക്കും നൽകിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നേരത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി ഒ പനീർസെൽവം കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. DMK സഖ്യം വീണ്ടും അധികാരത്തിലെത്തുമെന്നും MK സ്റ്റാലിൻ മുഖ്യമന്ത്രിയായി തുടരുമെന്നും ഒ പനീർസെൽവം കഴിഞ്ഞയാഴ്ച മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ബജറ്റ് ചർച്ചകൾക്കിടെ നിയമസഭയിൽ OPS പക്ഷ MLA P. അയ്യപ്പൻ സ്റ്റാലിനെ പ്രശംസിച്ചതും ശ്രദ്ധേയമായി. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം മണ്ണ DMKയിൽ തിരിച്ചെത്താനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു OPS. എന്നാൽ ശ്രമങ്ങൾ AIADMK ജനറൽ സെക്രട്ടറി എടപ്പാളി പളനിസ്വാമി തടയിട്ടതോടെയാണ് OPSന്റെ പുതിയ രാഷ്ട്രീയ നീക്കം.
പനീർസെൽവമാണ് ഇന്ന് DMK-യിൽ ചേർന്നേക്കുമെന്നൊരു വാർത്ത ലഭിക്കുന്നത്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും അണ്ണാ DMK-യുടെ മുതിർന്ന നേതാവുമാണ് പനീർസെൽവം. ഇപ്പോൾ DMK-യിലേക്ക് ചേർന്നേക്കുമെന്നൊരു വാർത്തയാണ് ലഭിക്കുന്നത്. ചെന്നൈയിലെ ഹോട്ടലിലേക്ക് മാറിയ പനീർസെൽവം രാവിലെ തന്നെ DMK-യുടെ ആസ്ഥാനത്ത് എത്തിയേക്കുമെന്നൊക്കെ ഒരു വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും DMK-യിലേക്ക് മാറുകയാണ്. തേനിയിൽ 1-2 സീറ്റ് DMK OPS-നും അനുയായികൾക്കും നൽകിയേക്കുമെന്നൊക്കെ ഒരു റിപ്പോർട്ടുകളും ലഭിക്കുന്നുണ്ട്. നേരെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി പനീർസെൽവം ഒരു കൂടിക്കാഴ്ച നടത്തി എന്നൊക്കെ ഒരു രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. DMK സഖ്യം വീണ്ടും അധികാരത്തിൽ എത്തുമെന്നും MK സ്റ്റാലിൻ മുഖ്യമന്ത്രിയായി തുടരുമെന്നും പനീർസെൽവം കഴിഞ്ഞയാഴ്ച മാധ്യമങ്ങളോടും പ്രതികരിച്ചിരുന്നു. ബജറ്റ് ചർച്ചകൾക്കിടെ നിയമസഭയിൽ OPS പക്ഷ MLA P. അയ്യപ്പൻ സ്റ്റാലിനെ പ്രശംസിച്ചതുമൊക്കെ വലിയ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു സംഭവമായി മാറിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം അണ്ണാ DMK-യിൽ തിരിച്ചെത്താനുള്ള ഒരു തീവ്ര ശ്രമത്തിലായിരുന്നു ഈ പനീർസെൽവം. എന്നാൽ ശ്രമങ്ങളൊക്കെ AIADMK ജനറൽ സെക്രട്ടറി എടപ്പാളി പളനിസ്വാമി തടയിട്ടതോടെയാണ് ഇപ്പോൾ പനീർസെൽവത്തിന്റെ പുതിയ ഒരു രാഷ്ട്രീയ നീക്കം തന്നെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും DMK-യിലേക്ക് മാറുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും അണ്ണാ DMK-യുടെ മുതിർന്ന നേതാവുമായിരുന്നു പനീർസെൽവം. എന്തായാലും ഇന്ന് പനീർസെൽവം DMK-യിൽ ചേർന്നേക്കുമെന്നൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ചെന്നൈയിലെ ഹോട്ടലിലേക്ക് മാറിയ പനീർസെൽവം രാവിലെ തന്നെ DMK-യുടെ ആസ്ഥാനത്ത് എത്തിയേക്കുമെന്നാണ് വിവരം.